നമ്മുടെ അനുമോള് ആദിലയുടെ നൂറിൻ്റെ അടുത്തൊക്കെ മിണ്ടാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുവാണ്. നല്ലതാണ്, ബിക്കോസ് എന്തായാലും ഇത്രയും ദിവസമേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പിണങ്ങി നടക്കാൻ വേണ്ടി മാത്രം ഒരു ഇപ്പോൾ എന്താണെങ്കിലും പറഞ്ഞു തീർത്തിട്ട് പോവുക. അതിൽ നൂറൊക്കെ ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പക്ഷേ എങ്കിലും അനീഷേൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അനുമോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ഇവരെ ആരെയും അങ്ങനെ ഇട്ട് കൊടുക്കാൻ അല്ലെ വിട്ട് പിരിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവരെ വിട്ട് കളയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അവരോട് സ്നേഹമുണ്ട്. അവിടെ ആദിലയുടെ വായിലെന്തോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അതിലേക്ക് സ്നേഹം ഇച്ചിരി ഉണ്ട് കേട്ടോ അനുമോളുടെ അടുത്ത്. നൂറയുടെ കൂട്ടൊന്നുമല്ല. അതിലേക്ക് എനിക്കൊന്ന് നൂറേക്കാട്ടും കുറച്ച് ബെറ്റർ ആദിലാണ് എപ്പോഴും. പിന്നെ നൂറയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നൂറ എന്ന് വായൊന്നും തുറക്കുന്നൊന്നുമില്ല. ആകെ കുറേ നേരം ഷോ കാണിച്ചു. അപ്പോൾ നമ്മുടെ നെവിൻ പറഞ്ഞു ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അനുമോൾക്ക് വിശ്വാസമില്ല. അതേപോലെ ഷാനവാസിക്ക പറഞ്ഞിട്ടും അനുമോൾക്ക് വിശ്വാസമില്ല. പിന്നെ അനുമോൾ 2-3 വട്ടം ട്രൈ ചെയ്തപ്പോൾ നൂറ് വായൊക്കെ തുറന്നു. അനുമോൾ ഇതേ പിന്നെയും കിച്ചണിൽ കയറിയിട്ടുണ്ട്. എന്തോ ഒരു ഫുഡ് ചപ്പാത്തിയോ പൊറോട്ട ഏതാണ്ടൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നെവിൻ അത് വേണ്ടി ട്രൈ ചെയ്ത് മൊത്തം ഫ്ലോപ്പായി. എന്നിട്ട് നെവിൻ ഇട്ടിച്ച് നെവിൻ്റെ പാട്ടിന് പോയി. അതിൽ പിന്നെ കിച്ചണിൽ കയറാറേ ഇല്ല. സാബുമോൻ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ കയറും. അപ്പോൾ അവസാനം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇത്ര ആളല്ലേ ഉള്ളൂ. അങ്ങനെ അനുമോൾ തന്നെ കയറി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. സാബുമാൻ പറയുന്നുണ്ട് പരിപ്പ് കറി ഉണ്ടാക്കാമോ, കടലക്കറി അത്ര ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അനുമോൾ പറഞ്ഞു സവോള അരിഞ്ഞ് തരുവാണെങ്കിൽ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടനെ വിളിക്കുന്നുണ്ട്. അനീഷേട്ടാ ഞാൻ പരത്താം, അനീഷേട്ടൻ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയ്ക്കുള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്താലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഭക്ഷണവും കഴിക്കണം. അനുമോൾ കയറിയാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്നത് ഭയങ്കര വാസ്തവം, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇപ്പം നെവിൻ ആണെങ്കിലും നെവിൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞ് നെവിൻ്റെ പാട്ടിന് പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ തീരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം അനുമോളാണ് ഇപ്പം കയറിയിരിക്കുന്നത്. എന്താകും നോക്കാം. ഇപ്പം എല്ലാ എണ്ണവും മാറി അവിടെ ഇരുന്ന് കഥയും പറഞ്ഞ് ചായയും കുടിച്ചിരുന്നിട്ട് അനുമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിക്കും. എന്നിട്ട് വിളമ്പാൻ വരുമ്പോൾ അനുമോളെ ഇട്ട് തട്ടും. ലാലേട്ടൻ വരുമ്പോൾ അതിനെക്കാട്ടി വലിയ തട്ടലായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ ഇരിക്കുന്നവരൊക്കെ തിരിച്ച് പറയുന്നൊരു ദിവസമുണ്ട്, ശനിയും ഞായറും. നമുക്ക് കാത്തിരുന്ന് കാണാം.